ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മോണാലിസയുടെ വിവാഹമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിവാദം. വീട്ടുകാർ പ്രണയം എതിർത്തതോടെ കേരളത്തിൽ അഭയം തേടിയ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസയ്ക്ക് മലയാള മണ്ണിൽ മാംഗല്യം. ഇന്ന് വൈകിട്ട് 5-ന് മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശി ഫർഹാനും തമ്മിലുള്ള വിവാഹം നടക്കും. കേരള പോലീസാണ് വിവാഹത്തിന് വഴിയൊരുക്കിയത്. സ്വദേശിയായ മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശിയായ ഫർഹാനും ഫേസ്ബുക്ക് വഴി പരിചയത്തിലാകുകയും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ബന്ധം വീട്ടുകാർ അറിഞ്ഞിട്ടാണോ എന്തോ, പക്ഷേ ഈ മൊണാലിസയ്ക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ വേറൊരു ആലോചന വരികയാണ്. ഇതിനിടയിലാണ് കൊച്ചിയിൽ വെച്ചിട്ട് ഇവർക്കൊരു സിനിമയുടെ പ്രോജക്റ്റ് വരുന്നത്. പിന്നീട് അതിന്റെ ഒരു ഷൂട്ടിംഗ് പൂവാറിലേക്ക് വരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം മുമ്പാണ് അച്ഛനും മൊണാലിസയും ഇവിടെ പൂവാറിലെത്തുന്നത്. ഇതിനിടയിൽ ഫർഹാനും ഇവിടെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് മൊണാലിസയുമായി ഫർഹാൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഞങ്ങൾക്ക് ഒരു അഭയം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതായത് മൊണാലിസ പറയുന്നത് തന്റെ അച്ഛനിൽ നിന്ന് തനിക്കൊരു രക്ഷ വേണം. കാരണം ഫർഹാനുമായിട്ടുള്ള ഒരു വിവാഹം ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി തനിക്ക് മധ്യപ്രദേശിലേക്കോ പ്രയാഗ്രാജിലേക്കോ പോവില്ല. ഒരു ഇതര മതസ്ഥനുമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ സംസ്ഥാനം കേരളമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ ഇത്തരം ഒരു കേരളത്തിലേക്ക് വരാനും ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുവാനും ഒരു സുഹൃത്തിന്റെ, മലയാളിയായ ഒരു സുഹൃത്തിന്റെ സഹായം വഴി ഇവിടേക്ക് എത്താനും നിമിത്തമായതെന്നാണ് മൊണാലിസ പറഞ്ഞത്. തുടർന്ന് ഈ മൊണാലിസയുടെ പരാതിയിൽ പിതാവ് ജയ്സിംഗ് ഫോസിലെ തമ്പാനൂർ പോലീസ് വിളിച്ചു വരുത്തുകയും കാര്യം ധരിപ്പിക്കുകയും 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ അവളുടെ സ്വാതന്ത്ര്യവും അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശവുമുണ്ട് എന്ന്. അല്ല, ആ പെൺകുച്ചിന് കല്യാണം കഴിച്ചാൽ പോരെ, അതിന് ഇത്ര കിടന്ന് ബഹളം വെക്കുന്നതിന് BHP-കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് അറിയാമോ? BHP-കാർക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന്റെ മുഖം മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന എല്ലാ ശ്രമവും കൊണ്ടുപോയി കുഴിയിലിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ, കേരള സ്റ്റോറി വരുന്നു, കേരള സ്റ്റോറി 2 വരുന്നു. അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ സിനി ഫീൽഡിൽ നിൽക്കുന്നവരെയൊക്കെ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒത്തിരി അക്സെപ്റ്റൻസ് ഉള്ള സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്നവർ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ബിഗ് ബോസിൽ കൂടെ പാസ്സായവർ. അവരെയൊക്കെ അങ്ങ് പയ്യെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട്, അവരൊക്കെ തന്നെ പോയി ചേർന്നിട്ടുണ്ട്. അപ്പം ഈ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു, ചേടാ ഇത്രയും നല്ല പാർട്ടി ആയിട്ടാണോ ഇവരൊക്കെ പോയി ചാടുന്നതെന്ന്. പണ്ട് അമൃത എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ടായിരുന്നു, അവര് ഈ BJP-ക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ പോയില്ലേ. അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഇവരുടെയൊക്കെ തലച്ചോറ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. തലച്ചോറുള്ള ഒരാളും തന്നെ ഈ ഒരു പാർട്ടിയിലേക്ക് പോയി ചേരത്തില്ല. കാരണം വർഗീയതയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. വർഗീയത മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആര് ചേർന്നാലും അത് രാജ്യത്തിന് ശോഭ കൊടുക്കത്തില്ല. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇക്വാലിസം മുന്നോട്ട് വയ്ക്കുന്ന, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ്. ഇവിടെ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ജാതിയില്ല, മതമില്ല. ഇവിടെ ഒരൊറ്റ വികാരമേ ഉള്ളൂ, അത് ഇന്ത്യ എന്ന വികാരമാണ്. അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഈ വർഗീയവാദികളെ ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ വിവാഹത്തോടെ അനുബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും സുരക്ഷിതരല്ല എന്ന് പറയുന്ന രണ്ടാമത്തെ വിവാഹമാണ് ഈ നടക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പെൺകുട്ടി വന്നിരുന്നു, മുസ്ലിമിനെ വിവാഹം കഴിക്കണമെങ്കിൽ കേരളത്തിൽ വരണമെങ്കിൽ തല്ലി കൊന്നുകളയും. തമിഴ്നാട്ടിലും ഇങ്ങനത്തെ ഉണ്ട്. ഈ ജാതി പ്രശ്നത്തിന്റെ പേരിൽ ആളുകളെ തല്ലി കൊല്ലുന്ന ഒരു രീതിയുണ്ട്. സ്വന്തം മക്കളെ പോലും കൊന്നുകളയും. പിന്നെയല്ലേ അന്യരെ, അവരത് ജാതി വിട്ട് വിവാഹം കഴിപ്പിക്കുന്നില്ല. വ്യക്തികളെ അവർ ചിന്തിക്കുന്നില്ല. 2 മനുഷ്യരാണെന്ന് അവർ പരിഗണിക്കുന്നില്ല. അതില്ലാത്ത ഒരു നാട് കേരളമാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അവിടങ്ങളിലുള്ളത് പോലുള്ള തീവ്രതയില്ല. മധ്യപ്രദേശിലെ ഒരുത്തിയാണ് ഇവിടെ ഓർത്തു നോക്കണം. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് ഇവിടങ്ങളിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് എ സ്മാൾ തിങ്, ഗ്രേറ്റ് തിങ് ആണത്. അപ്പം ഇതിനകത്ത് 2 ഉണ്ട്. ഒന്ന്, നമുക്ക് സന്തോഷിക്കാം, കാരണം നമ്മുടെ നാട് ഒരു കാരണവശാലും ഇതുപോലുള്ള കാപ്പിരികൾക്ക് വിട്ടുകൊടുക്കത്തില്ല. കാപ്പിരികൾക്കുള്ള സ്ഥലമല്ല നമ്മുടെ നാട് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാടിന് മാത്രം, അതായത് മൊത്തം ഇന്ത്യയിൽ കേരളത്തിന് മാത്രമാണ് ഒരു സുരക്ഷിതത്വം ഉള്ളത് എന്നുകൂടെ പറഞ്ഞു വെക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതും കൂടെ ഒരു തിരിച്ചറിവാണ്. സോ ഇതിനകത്ത് 2 പോയിന്റാണ്. ഒന്ന്, നമുക്ക് സന്തോഷിക്കാം, അതേപോലെ നമുക്ക് വല്ലാത്തൊരു വ്യാകുലത വരാനുമുള്ളൊരു ചാൻസും കൂടെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി നമുക്ക് ആ വിവാഹത്തിലേക്ക് വരാം. നല്ല വിവാഹം. പക്ഷെ പെൺകുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഒരു പെൺകുട്ടിയും 18 വയസ്സ് വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പക്വതയില്ലായ്മ ആ വയസ്സിലുണ്ടാകും. രണ്ടാമത്തെ കാര്യം, അവൾക്ക് സെൽഫ് സെക്യൂരിറ്റി ഇല്ല എന്ന് തോന്നുമ്പോഴാണ് ഈ പെൺകുട്ടികൾ പ്രണയത്തിലേക്ക് പോകുന്നത്. മെജോറിറ്റി പ്രണയങ്ങളും അങ്ങനെയാണ്. പെണ്ണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞ, ആണുങ്ങളുടെ കാര്യമല്ല.
ആണുങ്ങൾക്ക് അതൊരു താല്പര്യം കൊണ്ട് വരുന്നതാണ്. പക്ഷെ പെൺകുട്ടികളുടെ കാര്യം, വീട്ടിൽ അത്രയും സ്വസ്ഥതയും അക്സെപ്റ്റൻസും എന്റെ മാതാപിതാക്കൾ എന്റെ ഫ്യൂച്ചർ ചെയ്യും എന്നൊരു തോന്നലുള്ള ഒരു പെണ്ണും പ്രണയത്തിൽ പോയി ചാടത്തില്ല. അങ്ങനെ ചാടുന്നത് സെക്യൂരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. അപ്പം ആ ഇൻസെക്യൂരിറ്റി അവളുടെ കുടുംബത്തിലുള്ളത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ തീരുമാനിച്ചത്. ഞാൻ ആദ്യമേ പറയുന്നു, 18 വയസ്സിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. അതൊരിക്കലും ഒരു സെക്യൂരിറ്റി ഇതല്ല. അത്രത്തോളം പ്രോബ്ലം ഉള്ളവരെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിനെയൊക്കെ കെട്ടിച്ച് ഒഴിവാക്കാനൊക്കെ നോക്കുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, അവന്റെ ജാതി. ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത് ഹിന്ദു മതവിശ്വാസ പ്രകാരമാണ് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്ന. ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയാണല്ലോ നടത്തിയിട്ടുള്ളത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യം പറയുന്നു. അവര് അവിടെ വെച്ച് മംഗളകരമായ സംഗതി നടത്തി കൊടുക്കുന്നു. അവര് ഒരു വീട്ടിൽ പോയി, ഏതോ ഒരു വീട്ടുകാരാണ്, ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരായിരിക്കും, എന്തായാലും നട കയറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ചടങ്ങാണ്. ഇതൊക്കെ വളരെ നല്ല കാര്യം. പക്ഷെ പലരും പറയുന്ന ഇപ്പൊ VHP തന്നെ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, കുട്ടിക്ക് 17 ആയിട്ടുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്. ഹിന്ദുമത വിശ്വാസത്തിൽ 2-ൽ 1 ഹിന്ദു ആയാൽ മതി, അമ്പലത്തിൽ വെച്ച് നടത്തിത്തരും. 2-ൽ 1 ഹിന്ദു ആകണം, അത് നിർബന്ധം. മറ്റൊരു 2 പേരും മുസ്ലിം ആണെങ്കിൽ അമ്പലത്തിൽ നടക്കത്തില്ല. പക്ഷെ ഇവിടെ നാരായണ ഗുരുവിന്റെ അവിടെ പോയാൽ ഇത് രണ്ടും ബാധകമല്ല, ആണും പെണ്ണും മതി. അവിടെ ഇന്ന ജാതി ഇന്ന മതമൊന്നുമില്ല. അത് പക്ഷെ ഇവർക്ക് അറിയത്തില്ലായിരിക്കും. അവിടെ നാരായണ ഗുരുവിന്റെ അവിടെ കൊണ്ടുപോയാൽ സൂപ്പറായിട്ട് നടന്നു കിട്ടും. മറ്റ് ഏത് വിവാഹത്തിനേക്കാളും ദൃഢമായ ഒരു സംഗതിയാണ് ശിവഗിരി മഠത്തിൽ നടക്കുക എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ പറയുന്ന 17 വയസ്സാണ് ഈ കുട്ടിക്കെന്ന് വെക്കുക. അവൻ മുസ്ലിമാണ്. മുഹമ്മദീയ നിയമപ്രകാരം 16 വയസ്സ് മതി. അഥവാ ഇവർ അതൊരു വലിയ ഇഷ്യൂ ആക്കാൻ തുനിയുകയാണെങ്കിൽ അവൻ അവളെ അവളുടെ മതത്തിലേക്ക് ചേർത്താൽ മുഹമ്മദീയ നിയമപ്രകാരം അവരുടെ വിവാഹം സാധുവാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഈ വിവാഹ നിയമത്തിൽ ഒരു വ്യത്യാസം, ഹിന്ദുമത വിശ്വാസത്തിൽ 1 ഹിന്ദു ആയാൽ മതി, മറ്റേ ആൾക്ക് അത് നിർബന്ധമില്ല. അതേസമയം മറ്റ് 2 വൈദിക മതങ്ങളിലും തീർച്ചയായിട്ടും 2 പേരും അവരവരുടെ മതത്തിലേക്ക് നിൽക്കണം. ഹിന്ദു മുസ്ലിം ആയാൽ അവനും അവളും മുസ്ലിം ആകണം, ക്രിസ്ത്യാനിയാണെങ്കിൽ അവളും അവനും ക്രിസ്ത്യാനിയാകണം. എന്നാലേ അവർ ആ വിവാഹം നടത്തി കൊടുക്കൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇതിനൊക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നൊരു സാധനം കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും അവരെടുത്തിട്ടില്ല. അവര് മറ്റൊരു രീതിയിലാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. ഇതിന് കുതികാല് വെട്ടിക്കൊണ്ട് ബഹളം വെക്കുന്ന ഓരിയിടുന്ന നായ്ക്കളോട് പറയാനുള്ളതാണ്, ഒരാണും ഒരു പെണ്ണും മതി എന്ന് ഇന്ത്യൻ നിയമമാണ് പറയുന്നത്, ഇന്ത്യയുടെ നിയമമാണ് പറയുന്നത്, അല്ലാതൊന്നുമല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആവാം. എന്തിനിവിടെ അഭിസാരികകൾക്ക് പോലും ജീവിക്കാനുള്ള പെർമിഷൻ, അതായത് ആ അഭിസാരിക വൃത്തിയിൽ കൂടെ ജീവിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്ന നാട്ടില് നിങ്ങൾ ഈ പൂച്ചപ്പൂട കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഭരണഘടന എഴുതി മാറ്റാനും ചരിത്രം തിരുത്തി കുറിക്കാനും പണ്ട് കാലഘട്ടത്തിൽ നവോത്ഥാനം കൊണ്ടുവന്ന ചവിട്ടി തേക്കാനും ഒക്കെ ഇവർ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ അസ്ഥാനത്താണ് എന്നുള്ളതാണ്. കേരളം സുരക്ഷിതമാണെന്ന് ഏകദേശം നിങ്ങൾക്കൊക്കെ പിടികിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. അപ്പം അതിന് കുതികാലി വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിൽ പെൺകുട്ടിയെ പലരും പറയുന്നു, കളിയാക്കുന്നുണ്ട്. 6 മാസത്തെ പ്രണയോ, 6 മാസം കൊണ്ട് നിനക്ക് അങ്ങനെ ആയോ എന്ന്. ആ ചോദിക്കുന്നവരോട് എന്റെ ഒരു ചോദ്യം, നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന വിവാഹ മാമാങ്കം എത്ര മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്? 1 കൊല്ലം കൊണ്ടാണോ, 5 കൊല്ലം കൊണ്ടാണോ? ഇന്നലെ കഴിഞ്ഞ ആഴ്ച വന്ന് കാണുന്നു, ചെറുക്കൻ കാണുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, സംസാരിച്ച് തീർന്നു. 1 മാസം പോലും തികക്കില്ല ഈ ഒരു വിവാഹ മാമാങ്കം. അതാണ് ഡിവോഴ്സ് ആയി പോകുന്നത്. കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് വെച്ച് 1 കൊല്ലം വെച്ചതിന് ശേഷം വിവാഹം കഴിച്ചാൽ പോലും തിരിഞ്ഞു പോകും. ഇറ്റ്സ് ഡിപ്പെൻസ്. 2 വ്യക്തികൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത മാനസികാവസ്ഥ ഉള്ളതാണെങ്കിൽ ആ വിവാഹബന്ധം മോചനത്തിൽ പോകുന്നത് നല്ല കാര്യമാണ്. കാരണം പരസ്പരം സമാധാനം, സ്വച്ഛമായി ജീവിക്കുക എന്നുള്ള 2 പേരുടെ അവകാശമാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും കൂടി കൊച്ചിന് വേണ്ടി, നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് തന്നെയാണ്. പിന്നെ അവരെങ്ങനെ ജീവിക്കുമെന്ന്. ആ കുട്ടി നിലത്ത് നിന്ന് പൊങ്ങി വന്ന സ്ത്രീയാണ്. ആ നിലത്തിലേക്ക് അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉയർന്നു വരാൻ അവളെ കൊണ്ട് സാധിക്കും. 2 പേരും ആക്ട്രേഴ്സാണ്. പിന്നെ അതിനെ, ആ പെൺകുട്ടീനെ ഇവ അടിച്ചോണ്ട് പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലവ് ജിഹാദ്, പിന്നെന്തോ പറയണേ സിറിയയിലേക്ക് പോകും, അങ്ങനെ കുറെ നരേഷൻസ് പറയുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഇതൊന്ന് കേട്ടു നോക്കാം. अच्छा लगेगा देखेंगे। ये 6 मंथ का प्यार है। परिवार को हमारे लिए 60 इयर्स बराबर है, 60 साल के बराबर 6 मंथ का प्यार है हमारा। इसलिए मैं भी एक्टर हूँ। जी आपको आपकी फैमिली, हम लोग एक फिल्म में हम दोनों एक्टिंग करता था, दोनों का कास्टिंग हुआ। उसी टाइम हम दोनों मतलब बातचीत करना चालू किया। फिर मोनालिसा प्रपोज किया मुझे, मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लग रहा है, पसंद है, इसीलिए फिर मैं भी ओके बोला। बाद में हम दोनों को लव। मोनालिसा, आपको आपके परिवार के बारे में सोचने की डर है कि वो अभी एक्सेप्ट करेगा? डर है? मुझे भी इसमें कुछ
नहीं, लेकिन मेरी फैमिली दूसरी जगह मेरी शादी करना चाहते थे। क्या था प्रॉब्लम? रीजन था पिताजी को कुछ बोलना चाहती हूँ? किसका रीजन है? वो किसके साथ थी? अब एक शादी अपने पिताजी के साथ। नहीं, कोई था हमारे गाँव में, तो എല്ലാ പത്രക്കാരെ കാണാം. मैंने मना कर दिया। बोलनी चाहती हूँ? ഇതിനകത്ത് അവൻ വ്യക്തമായി പറയുന്നുണ്ട് പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചത് ആ പെണ്ണാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെൺകുട്ടിക്ക് വീട്ടിൽ സുരക്ഷിതത്വം കുറഞ്ഞു എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. സിനി ഫീൽഡിലേക്ക് വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഫണ്ടും അവളെ വെച്ച് കാശുണ്ടാക്കാന്നൊരു തോന്നൽ ആ കുടുംബത്തിനുള്ളത് കൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഇങ്ങനൊരു തീരുമാനം സഡൻ ആക്ഷനിൽ എടുത്തത്. ഇനിയും സമയമുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ആരുടെയും കരിയർ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അവൻ ആ ഫീൽഡിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവളുടെ കരിയറിന് നഷ്ടമൊന്നും വരത്തില്ല. ആൻഡ് എൻഡ് ഓഫ് ദ സ്റ്റോറി, അവൻ അവിടെ ആയിരുന്നെങ്കിൽ, ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലപ്പെടും. അതിന് തർക്കമൊന്നും വേണ്ട. അവരെ കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ കേരളത്തിൽ വന്ന് അവൻ്റെ ഈ ഞൊട്ടത്തരമൊന്നും ഏൽക്കത്തില്ല എന്നുള്ളത് വസ്തുത. അപ്പൊ കാമിതാക്കൾക്കെല്ലാം കേരളത്തിലേക്ക് വെൽക്കം എന്നതുള്ളതാണ് വസ്തുത. BJP-കാർ ഏറ്റവും കൂടുതൽ കിടന്ന് കരഞ്ഞു മറിയണ എന്താണെന്നറിയാമോ? അവരുടെ ഒരു അജണ്ടയാണ് കേരളം ഇങ്ങനെ ഒരു പ്രശ്നമുള്ള നാടാണെന്നും ഇവിടെ ഹിന്ദുക്കൾ പ്രശ്നത്തിലാണ് എന്നും വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ ഇല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊരു സീറ്റ് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ പൊട്ടനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കണം. ഏത് ചന്ദ്രശേഖരനെയോ അല്ലെങ്കിൽ നമ്മുടെ പാട്ടും പാടി കിടക്കുന്ന സുരേഷ് അണ്ണ മുഖ്യമന്ത്രിയാവുന്ന എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അയാളെ പണ്ടേ ഇഷ്ടമാണ്. അയാളുടെ രാഷ്ട്രീയ ഇഷ്ടമില്ലാതെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ആളല്ലേ, അവിടെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റവനുണ്ടല്ലോ വെറും കൃമിയ. അപ്പൊ ഈ അങ്ങനെ ഒരു ചാൻസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന പേക്കൂത്തുകൾ മാത്രമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ശോചനീയം. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഞാൻ എന്തായാലും ആ കുട്ടികളുടെ വിവാഹത്തിന് മംഗളാശംസകൾ നേരുന്നു. കൂടെ തന്നെ ഞാനൊരു വിഷമം, ഒരു ആകുലത പ്രകടിപ്പിക്കുകയാണ്. 18 വയസ്സിലുള്ള വിവാഹം ഒരിക്കലും നല്ലതല്ല. നമ്മളുടെ നല്ല കാലം നമുക്കിപ്പോൾ ആ സമയത്ത് ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമ്മളത് ചെയ്യത്തില്ല. പെൺകുട്ടികൾക്ക് എപ്പോഴും നല്ല മെച്യൂരിറ്റി ആയിട്ട് വിവാഹം കഴിക്കാവുള്ളൂ. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ അറ്റ്ലീസ്റ്റ് കുട്ടികളെ ഉണ്ടാക്കുന്നതിനെങ്കിലും ഒരു ഗ്യാപ്പ് ഇടുക. കാരണം അതൊരു വലിയ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകും. നമ്മുടെ കരിയർ എല്ലാം നഷ്ടപ്പെടും. അത് നമ്മളെ കൊണ്ടത് ഓവർകം ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെ കിടന്ന് ആതങ്കപ്പെട്ട് നിലവിളിച്ച് കരയാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇറങ്ങി നിൽക്കുന്നു എന്നതിനപ്പുറം ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നത് നിയമപരമായി അവർ വിവാഹിതരായിട്ടുണ്ട്. ഈ വിവാഹം വളരെ ഇതാണ്. ഇനി അഥവാ 17 വയസ്സേ ആ കുട്ടിക്ക് ഉള്ളെങ്കിൽ പോലും മുഹമ്മദീയ നിയമപ്രകാരം 16 വയസ്സാണ് അവരുടെ വിവാഹപ്രായം പെണ്ണുങ്ങളുടെ. അപ്പൊ അവര് നിയമപരമായിട്ട് അത് ഹാൻഡിൽ ചെയ്തോളും. സച്ച് ഇൻ കേസ് അവനിക്കോ എന്തെങ്കിലും ട്രബിൾ അതിനകത്ത് വരികയാണെങ്കിൽ അവർക്കത് നിയമപരമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള വകുപ്പാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 2 മതസ്ഥർക്ക് വിവാഹം കഴിക്കാം. എങ്ങനെയായാലും അവർ രണ്ടുപേരും തീരുമാനിച്ചാൽ മുഴുവൻ ലോകം എതിർത്തിട്ടും കാര്യമില്ല, അവരൊന്നിക്കും. അത്രേ ഉള്ളൂ. പെൺകുട്ടിയുടെ മുഖത്ത് അത്രയും സന്തോഷമൊന്നും ഞാൻ കാണുന്നില്ല. പേരൻസിനെയൊക്കെ മാറ്റി നിർത്തി ചെയ്യുന്നതിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാകാം. അത് ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ടത്. അത് കണ്ടിട്ട് ഇളകുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കരിയർ ഈസ് ഫസ്റ്റ്. നിങ്ങളുടെ കരിയർ വേറെ ആരും കൊണ്ടു തരത്തില്ല. പല പെൺകുട്ടികളെയും BEd കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ കിടന്ന് ചോറും കറിയും വെച്ച് കളിക്കുന്നതാകുമ്പോൾ ഞാൻ കളിയാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. നിങ്ങളിത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരിക്കും. അടിമത്തവും ഒറ്റപ്പെടുത്തലും ഒരാളും സഹിക്കില്ല. അത് സഹിക്കുന്നത് ഒരുപക്ഷെ മറ്റൊരാളുടെ പ്രണയം കൊണ്ടായിരിക്കാം. പോകെ നമ്മൾ ആ പ്രണയം നഷ്ടപ്പെടും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അപ്പം നമുക്ക് മനസ്സിലാകും. അപ്പോഴേക്കും നമ്മൾ നല്ല വൈകിപ്പോയിരിക്കും. സോ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കുന്ന പരിപാടികൾ ആദ്യം ചെയ്യുക. ദെൻ ലൈഫിലെ ടേണിംഗ് പോയിന്റായ വിവാഹത്തിലേക്ക് പോകുക. ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ നടന്നത് നല്ലത്. അതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമ്മളുടെ നാട് അത്രയും സേഫാണെന്ന് മൊത്തം ഇന്ത്യക്ക് ബോധ്യപ്പെട്ടു. 2, ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം കേരളം സൂപ്പർ എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വന്ന് കുത്തിക്കയറാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്നും ഇവിടെ ബോധവും വിവരവും ഉള്ളവരാണ് അധികവും എന്നുള്ളതാണ് ഇതിൽ കൂടെ തെളിവാകുന്നത്. പിന്നെ കുറേ ചാണകങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുറേ പേര്. നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ചേർത്ത് നിർത്തിയവർ പോലും ഈ സംഘീയ കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവരുടെ അജണ്ട ഇസ്ലാമിയരെ നീക്കി നിർത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അതിനകത്ത് അത് ചോദിക്കാൻ ശക്തരായവർ ഇനിയും ഉണ്ടായി വരട്ടെ. അവരിലൂടെ ചോദ്യം മുഴങ്ങി കേൾക്കട്ടെ. അപ്പോൾ ശരിയാകും. ഇപ്പോൾ സഹിഷ്ണുത ഉള്ളവരാണോ അല്ലേ എന്നുള്ള തെളിവാണ് ജാമിദ ജബ്ബാർ, പിന്നെ നമ്മുടെ KUNNA മോൻ ആരിഫ് ഒക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. നമ്മളെപ്പോലെ സഹിഷ്ണുതരെയും സമാധാനകാംക്ഷികളും വേറെ ആരുമില്ല.
ഇസ്ലാം സമാധാനത്തിൻ്റെതാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിലെ ഇസ്ലാമിയരെ നോക്കിയാൽ മതി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.